അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് അന്വേഷണ സംഘ തലവനും ക്രൈംബ്രാഞ്ച് എസ്പിയുമായ MP മോഹനചന്ദ്രൻ പറഞ്ഞു. പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും കോടതി ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നോക്കാം, അത് നാളെ ഇതിന് ശേഷം കോർട്ടിന് ഒരു ഡയറക്ഷൻ കിട്ടുന്ന ശേഷം അതിനെക്കുറിച്ച് ഫാമിലി നിലവിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടോ? അത്തരം നടപടികൾ എന്തെങ്കിലും ഉണ്ടാവും? തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് കഴിഞ്ഞാലും ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിന് പുറമെ മറ്റു സ്റ്റേറ്റ്മെന്റ്സ് കിട്ടും. എന്തെങ്കിലും ഫർദറായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും വിട്ടുപോയി വാങ്ങണ്ടെന്നുള്ളത് ആ പുതിയ ടീമിൽ വീണ്ടും മൊഴികളെല്ലാം രേഖപ്പെടുത്തും. മാൻഡേറ്ററി അല്ല, കാരണം അത് പരിശോധിച്ച് നോക്കും. ഏതെങ്കിലും വിട്ടുപോയതോ ഏതെങ്കിലും എവിടെയെങ്കിലും ഒമിഷൻസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യും. തെളിവുകൾ എന്തെങ്കിലും കിട്ടേണ്ടതുണ്ട് എന്ന് പ്രാഥമികമായിട്ട് റീഅറസ്റ്റ് കഴിഞ്ഞാൽ അത് കൂടുതൽ പറയാൻ പറ്റും. നാളത്തെ കോടതിന്റെ റീഅറസ്റ്റിന്റെ പെർമിഷൻ അനുസരിച്ചിരിക്കും. കേസിന്റെ നിലവിലെ അന്വേഷണ ചുമതല DYSP ജീവൻ ജോർജിനാണ് നൽകിയിരിക്കുന്നത്. കേസിൽ ഒളിച്ചുകളിയും വീഴ്ചകളും സംഭവിച്ചെന്ന ആരോപണങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് വ്യക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഒരപാകതയും വരുത്താതെ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും SP ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.